അപ്പോൾ 2 വർഷത്തിന് ശേഷം ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. 2 വർഷം നിങ്ങൾ, ഞങ്ങൾ 3 വർഷം. ഞങ്ങൾ ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഇവരില്ലായിരുന്നു ആ വീഡിയോയിൽ. ഞങ്ങൾ നാട്ടിലായിരുന്നു. പല കാരണങ്ങളാൽ നാട്ടിൽ പോകേണ്ടി വന്നു. ഒരു 3 വർഷം ഞങ്ങൾ നാട്ടിൽ ചെലവഴിച്ചു. 3 വർഷമല്ലേ? 3 വർഷം. അതെ, 2 ആഴ്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞാൽ 3 വർഷം കൊണ്ട് വന്നായിട്ടില്ല. 2 പിള്ളേരെ കൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ് 2 ഓണം കഴിഞ്ഞു വന്നു. അംഗങ്ങളുടെ എണ്ണം കൂടി ഓരോരുത്തരായിട്ട് ഞങ്ങൾ പരിചയപ്പെടുന്നതായിരിക്കും. പിന്നെ അതിന് മുമ്പ് ആൽവിന്റെ കേട് ആൽവിന്റെ പെണ്ണുമ്പിള്ള തീർത്തോളൂ. ആൽവിന്റെ ജൂനിയറുണ്ട്, ജൂനിയറുമായിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ അംഗങ്ങളെ പരിചയപ്പെടുത്താം. പുതിയ അംഗങ്ങൾ വരൂ. മനു. ഞങ്ങളല്ല, ആദ്യം വരെ കല്യാണം കഴിഞ്ഞു. മനുവിന്റെ പ്രിയതമയും. പറയൂ. മുടിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് പറ. ഞാൻ എന്നെ തന്നെ അമ്മൂന്നാ വിളിക്കണേന്ന്. അടുത്ത കാൻഡിഡേറ്റ് ദർശന വിജയൻ. അത് മ്യൂട്ട് ചെയ്യേണ്ടി വരുമെന്ന്. ഇല്ല, പറയില്ല. അതെ, വേറെ അംഗങ്ങൾ, ചെറിയ ചെറിയ അംഗങ്ങൾ. ഇനി ചെറിയ ചെറിയ അംഗങ്ങളുണ്ട്. ഇതാണ് ആൽവിന്റെ കുറിപ്പ്. ജൂനിയർ ആൽവിൻ. ഇപ്പൊ തൽക്കാലത്തേക്ക് കൊച്ചിന്റെ തന്ത കൊച്ചിന്റെ കൂടെ ഇല്ല. അമ്മ മാത്രമേ. തന്ത എവിടെ പോയി? തന്ത ഞങ്ങളെ തേച്ചിട്ട് ഫുട്ബോൾ കളിക്കാൻ പോയി. സാരമില്ല, നമുക്ക് 2 പേർക്കും മാത്രമേ ഇരിക്കും. എന്ത് ചെയ്യാനാ അമ്മയെന്ന്. ഈച്ച ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഈച്ചേനെ കണ്ടല്ലോ. ഈച്ച. അടുത്ത് സീതേ. ആലിന്റെ ഭാഗ്യ കുളിക്കാത്തോണ്ടാ. സീത പോയിട്ടില്ല. കുളിപ്പിച്ചു തന്നെ, സത്യം പറ. കാനഡ വിട്ടു പോയ ഏത് കാക്ക? അമ്മ അവനെ കാണിച്ചേ. ഇതാണ് ഞങ്ങളുടെ കേശു. ഹായ് പറഞ്ഞേ. കേശു. ഇനി ചാരു. അടുത്ത കുറിപ്പ് ചാരു. ഹായ് പറഞ്ഞു ചാരു. ഇതാണ് സീതയുടെ ഇത് പുതിയ അംഗമല്ല, അംഗം വരുന്നേ ഉള്ളൂ. പറയടാ, ബാക്കി പറ. കല്യാണം കഴിഞ്ഞു, ഭാര്യ നാട്ടിലാണ്, ഉടനെ തന്നെ വരും. കൊണ്ടുവരാത്തതാവൻ ഇവൻ കൊണ്ടുവരാത്തതാ. കൊണ്ടുവരും. എന്നാടാ അവിടെ പറ. അവിടെ പറഞ്ഞു. കേശു എന്നാ പറയാനുള്ളത്? അപ്പോൾ ഗൈസ് 3 വർഷം കൊണ്ട് പല കാര്യങ്ങളും നടന്നു. ഇത് ഒരെണ്ണം, ഈ 2 എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. ആൽവിൻ്റെ കയ്യിൽ ഒരെണ്ണം വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ, നല്ലതും കുറച്ച് സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ നടന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചെത്തി. ഞങ്ങളിപ്പോൾ എത്തിയിട്ടൊരു മാസം. സെൻറ്റ് തോമസിൽ ചെറിയൊരു വീടൊക്കെ എടുത്ത് എല്ലാവരും അങ്ങോട്ട് മൂവ് ചെയ്തു. എല്ലാവരും അല്ല, ഞങ്ങളിപ്പോൾ മൂവ് ചെയ്തു. സെൻറ്റ് തോമസ് എന്ന് പറഞ്ഞാൽ ലണ്ടനിൽ നിന്ന് ഒരു 15 മിനിറ്റ്. അങ്ങനെ അതെ, വീണ്ടും ഒരു ലൈഫ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ആയിട്ടുണ്ട്. ഏതായാലും ഞങ്ങൾ വീഡിയോ ഇനി പതുക്കെ ഇട്ട് തുടങ്ങുന്നുണ്ട്. വേറെ കൊണ്ടല്ല, യൂട്യൂബിൽ നിന്ന് വരുമാനം പ്രതീക്ഷിച്ചല്ല. ഞങ്ങളിങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് എല്ലാവരുമായിട്ട് ആഴ്ച കൂടാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വീഡിയോ ഒക്കെ ഇട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് വീഴും. പിന്നെ നമ്മുടെ അടുത്ത് കുറേ പേര് മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ വീഡിയോ എന്താ ഇടാത്തതെന്നൊക്കെ ചോദിച്ച് കുറേ പേര് മെസ്സേജ് ഉണ്ടായിരുന്നു. തിരക്കായിരുന്നു ഒന്നാമത്തെ കാര്യം. പിന്നെ പല കാരണങ്ങളാലും നമ്മളെല്ലാവരും കൂടെ ഇല്ലായിരുന്നു. ഇപ്പോൾ എല്ലാവരും കൂടെ വന്നപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇനി ഞങ്ങൾ എല്ലാ ആഴ്ചയും ഉറപ്പായിട്ടും വീഡിയോ ഇടുന്നതായിരിക്കും. അല്ലടാ മനു? അല്ലേ? അപ്പോൾ ഗൈസ്, ഇത് ചെറിയൊരു വീഡിയോ ആണ്. ഞങ്ങൾ തുടങ്ങുന്നതുകൊണ്ട് ഇത്ര വീഡിയോ എടുക്കുന്നുള്ളൂ. വേറെ കണ്ടന്റായിട്ട് ഞങ്ങളൊന്നും ഒന്നും പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. തുടങ്ങണമെന്ന് വിചാരിച്ചു. അപ്ഡേറ്റ്സ് ഇടുന്നതായിരിക്കും. അതെ, തുടങ്ങണമെന്ന് വിചാരിച്ച് അങ്ങ് തുടങ്ങുകയാണ്. അടുത്ത വീഡിയോയിൽ ഇത് കുറച്ച് പേര് കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ഇടുക. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ പിന്നെ നമ്മൾ 20,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോ നമ്മൾ കുറേ നാൾ ഇടാത്ത കാരണം ഇനി അങ്ങോട്ട് അൽഗോരിതം പിടിക്കാൻ, അതെ, പലരും എത്താനായിട്ടൊരു പാടുണ്ടാവും. അപ്പം കാണുന്നവരെല്ലാം നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഞങ്ങൾ ഇനി ഇടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. കേശു, എല്ലാവർക്കും സുഖമാണെന്ന് ചോദിച്ചു. എല്ലാവർക്കും സുഖമാണെന്ന് ചോദിച്ചു. 2 ധ്രുവത്തിലുള്ള സ്വഭാവം. പതിയുടെ അതിന് തലകുത്തി ഹായ്.
നമ്മള് പല സ്റ്റൈലുള്ള ഹായ്. അമ്മ വാവേന്നല്ലേ വിളിക്കുന്നത്. പോയി ഇത് കട്ടിട്ടോ. അമ്മ ഇത് അതേപടി തന്നെ ഇടും. മനുവാവേന്നാണോ? എനിക്ക് നാണമൊന്നുമില്ല, എനിക്കറിയാം. മനുച്ചെ എന്നെ വിറ്റിട്ടാണല്ലോ റീച്ച് കിട്ടിയത്.